അവസാനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ബുക്ക് ഇൻ ദ ബൈബിൾ. ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഓതർ അല്ലെങ്കിൽ എഴുത്തുകാരൻ ആരാണെന്ന് നിങ്ങൾക്ക് വളരെ പരിചിതമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ റോമൻ ഭരണകാലഘട്ടങ്ങളിൽ നാട് കടത്തപ്പെടുകയും ദ്വീപിൽ കിടന്നുകൊണ്ട് വ്യത്യസ്തങ്ങളായിരിക്കുന്ന കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവം തനിക്ക് നൽകിയ ദർശനത്തിൻ്റെ ചുരുളുകളാണ് ഈ വെളിപ്പാട് പുസ്തകത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിച്ചിട്ടുണ്ട്, അന്നത്തെ കാലഘട്ടത്തിലെ സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പുസ്തകത്തിൻ്റെ ഓരോ എഴുത്തുകളും നമുക്ക് വളരെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് റോമൻ ഭരണകൂടത്തോടുള്ള ബന്ധത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ കടന്നുപോയ പേഴ്സിക്യൂഷൻ്റെ ഒക്കെ മധ്യത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ വായനയും ധ്യാനവും നമ്മൾ മനസ്സിലാക്കേണ്ടതും അതുപോലെ തന്നെ ഗ്രഹിക്കേണ്ടതും. ഈ പുസ്തകം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയപ്പെടുന്നത്, മറ്റേത് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ നമ്മളെല്ലാവരും വെളിപ്പാട് പുസ്തകം വായിക്കുന്ന സന്ദർഭത്തിൽ ആഗ്രഹിക്കുവാനും അറിയുവാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയപ്പെടുന്നത് ലോകാവസാനം, 666 ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. എന്നാൽ അതിനെക്കാട്ടിലുമൊക്കെ ഉപരിയായിട്ട് ഇതിൽ പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സോ ദിസ് ഈസ് ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 1-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട്. ഇതാണ് ഈ 22 അധ്യായങ്ങളിൽ നമ്മൾ ഗ്രഹിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. സോ ദിസ് ബുക്ക് ഈസ് റിവീലിംഗ് ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടാണ് ഈ പുസ്തകത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഥവാ റോമൻ ഭരണകാലഘട്ടങ്ങളിൽ കടന്നുപോയ ദൈവസഭയ്ക്ക് ഉറപ്പ് നൽകുവാൻ വേണ്ടി ക്രിസ്തു ആരാണ് എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി. സോ വാട്ട് ഈസ് ദ യൂണീക്നെസ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിൻ്റെ യൂണീക്നെസ് എന്താണ് എന്ന് പ്രത്യേകിച്ച് വെളിപ്പെടുത്തുവാനായിട്ട്. ഇന്നത്തെ കാലഘട്ടത്തിലും ക്രിസ്തുവിൻ്റെ യൂണീക്നെസ്, അന്നത്തെ ഒരു എംപറർ വേൾഡ് ആയിരുന്നുവെങ്കിലും ഇന്നൊരു ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടമാണ്, ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ യൂണീക്നെസ് എന്താണെന്ന് സമൂഹത്തോട് പങ്കുവയ്ക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയപ്പെടുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്: ക്രിസ്റ്റോളജി ആൻഡ് എക്ലീഷ്യോളജി. അഥവാ സഭ എങ്ങനെയായിരിക്കണം, സഭയെ പറ്റിയുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, സഭ പരിശോധനകളുടെ മധ്യത്തിൽ എങ്ങനെ മുന്നേറണം എന്നുള്ളതിനെപ്പറ്റി, ദൈവസഭയെ പറ്റി വ്യക്തമാക്കുന്ന, ദൈവസഭയുടെ റോൾ എന്താണെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ക്രിസ്തു ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളുമാണ് പ്രധാനമായിട്ടും ഈ പുസ്തകത്തിൽ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് 4-ാം അധ്യായവും അതിൻ്റെ 5-ാം അധ്യായവും ആണ്. 4-ാം അധ്യായമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇന്ന് 5-ാം അധ്യായത്തിൻ്റെ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ആശയങ്ങളെല്ലാം 100% കറക്റ്റാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം എനിക്കും മനസ്സിലാക്കാനായിട്ട് പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞാനതിൻ്റെ 100% എനിക്ക് എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ, ഞാൻ പറയുന്നതാണ് കറക്റ്റ് എന്ന് ഒരിക്കലും ഞാൻ അവകാശപ്പെടുകയില്ല. ഞാനും ഒരു പഠനത്തോടുള്ള ബന്ധത്തിലായതുകൊണ്ട്. എന്നാൽ ഇതിൻ്റെ അന്തസത്തയും ഇതിൻ്റെ ആഴവും അതിൻ്റെ കോർ മെസ്സേജും എന്താണെന്ന് ദൈവജനം മനസ്സിലാക്കുകയും നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ കൂടെ എൻ്റെ കർത്തവ്യം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ 4-ാം അധ്യായത്തെ പറ്റി പഠിക്കുകയുണ്ടായി. അത് ആരാധന എന്നുള്ള വിഷയത്തെ പറ്റിയായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1/3 ഭാഗങ്ങൾ, 1/3 passage is mainly explaining about the worship. ആരാധനയെ പറ്റിയുള്ള കാര്യങ്ങളാണ്
മൂന്നിലൊന്ന് ഭാഗങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 4-ാം അധ്യായം നമ്മൾ പഠിച്ച സന്ദർഭത്തിൽ ഒരു വലിയ സിംഹാസനത്തെ പറ്റിയുള്ള ദർശനമാണ് യോഹന്നാൻ കാണുന്നത്. റോമൻ കൈസർക്ക് സിംഹാസനമുള്ളപ്പോൾ തന്നെ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു സിംഹാസനത്തിൻ്റെ ദിവ്യമായിരിക്കുന്ന ഒരു ദർശനം യോഹന്നാൻ കാണുകയാണ്. ഒരിക്കലും മാറിപ്പോകാത്ത, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏത് സന്ദർഭത്തിലും അക്സസ് ആയിട്ടുള്ള ഒരു മനോഹരമായിരിക്കുന്ന ഒരു സിംഹാസനത്തിൻ്റെ ദർശനം ദൈവം യോഹന്നാന് നൽകുകയാണ്. ജീവിതത്തിൻ്റെ വിവിധ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഉഴലുന്ന സാഹചര്യത്തിൽ, മാനസികവും ശാരീരികവുമായിട്ടും ഒക്കെ പീഡനം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ മാറിപ്പോകാത്ത ഒരു സ്വർഗീയ സിംഹാസനം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ട് എന്ന് ഉറപ്പ് നൽകുന്ന മനോഹരമായിരിക്കുന്ന ഒരു ചിത്രമാണ് 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പകൽക്കാലവും വിവിധ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ കൺഫ്യൂഷനിലും ആകുലതയിലും ഒക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു വാതിലും ഒരിക്കലും മാറിപ്പോകാത്തൊരു സ്വർഗീയ സിംഹാസനവും ഉണ്ട് എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം വീണ്ടും നൽകി തരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ the 4th chapter and the 5th chapter it is explaining the universal worship. ഒരു യൂണിവേഴ്സൽ, ഒരു കോസ്മിക് വർഷിപ്പാണ്. എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ആരാധനയുടെ ചിത്രമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു 24 മൂപ്പന്മാർ, ഇതിനെല്ലാം വ്യത്യസ്ത ഇന്റർപ്രിട്ടേഷനുകളുണ്ട്. ലിവിങ് ക്രീച്ചേഴ്സ്, 4 തരത്തിലുള്ള ജീവികൾ, അതിന് തന്നെ പലവിധമായിരിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട്. 4 ജീവികൾ 4 ലോകത്തെ പറ്റി അല്ലെങ്കിൽ ഈ ക്രിയേഷനെ പറ്റിയൊക്കെ വിവരിക്കുന്നതാണ്. അപ്പോൾ തന്നെ മറ്റു ചില പ്രിയപ്പെട്ടവർ പറയുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇങ്ങനെയുള്ളതിനെ പറ്റിയാണ്. വ്യത്യസ്തങ്ങളായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇടിയും മിന്നലും പളുങ്ക് കടലും ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതി മൊത്തം ചേർന്ന് നിൽക്കുന്ന ഒരു ആരാധനയുടെ മനോഹരമായിരിക്കുന്ന ചിത്രമാണ് നമുക്ക് 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവിടെ ആരൂഢനായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മനോഹരമായിരിക്കുന്ന ചിത്രം. അവിടെ നിന്നുകൊണ്ട് മൂപ്പന്മാരും അതുപോലെ തന്നെ ജീവികളും വിളിച്ചു പറയുന്ന പ്രധാനപ്പെട്ട സത്യം എന്ന് പറയപ്പെടുന്നത് ഹി ഈസ് ദ ക്രിയേറ്റർ, ഹി ഈസ് എൻ ഇറ്റേണൽ ലോർഡ്. ഇവനാണ് നിത്യനായിരിക്കുന്ന ദൈവം, ഇവനാണ് എല്ലാത്തിൻ്റെയും ക്രിയേറ്റർ എന്ന് വെളിപ്പെടുത്തുന്ന 4-ാം അധ്യായം പ്രധാനമായിട്ടും പരാമർശിപ്പിക്കപ്പെടുന്നത് ദൈവമാണ് ക്രിയേറ്റർ എന്നുള്ളത്. സോ ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4 ഈസ് എക്സ്പ്ലെയിനിങ് അബൌട്ട് ദ ക്രിയേറ്റർ. സൃഷ്ടിതാവിനെ പറ്റി, സകലത്തിൻ്റെയും സൃഷ്ടിതാവിനെ പറ്റി രേഖപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് 4-ാം അധ്യായം. നമ്മൾ ഇന്ന് വായിക്കുന്നത് 5-ാം അധ്യായം. 5-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് റിഡീമർ എന്നുള്ള പദമാണ്. ദ ചാപ്റ്റർ 5 ഈസ് എക്സ്പ്ലെയിനിങ് അബൌട്ട് ദ റിഡീമർ. വീണ്ടെടുപ്പുകാരൻ, അവനെ ആരാധിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആ വേദഭാഗത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുവരാം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന് അവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായ 7 മുദ്രയാൽ മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകം. ഐ സോ ഇൻ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഹിം ഹു വാസ് സീറ്റഡ് ഓൺ ദ ത്രോൺ എ സ്ക്രോൾ written within and on the back sealed with 7 seals. ഈ വേദഭാഗങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ 5-ാം അധ്യായത്തിൽ ഒരു സ്ക്രോളിനെ പറ്റി പറയുന്നുണ്ട്, ചുരുളിനെ പറ്റി. പിന്നീട് ഒരു ദൂതൻ ഉച്ചത്തിൽ നിന്ന് ഘോഷിക്കുന്ന ഒരു ദൂതനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന സിംബൽസ് എന്ന് പറയപ്പെടുന്നത് യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തെ പറ്റിയുള്ള ഒരു പരാമർശം. പിന്നീട് കാണാൻ സാധിക്കുന്നത് ദാവീദിന്റെ വേര്. പിന്നീട് നമുക്കിവിടെ കാണാൻ സാധിക്കപ്പെടുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാട്, സ്ലെയിൻ ലാംബ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ സിംഹാസനത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളിത് ശാന്തമായി പിന്നീട് വായിക്കാനായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ചിന്തകൾ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതൊരു പഠന മേഖലയാക്കി തീർക്കേണ്ട കാര്യമാണ്. ഒരു ആരാധനയോടുള്ള ബന്ധത്തിൽ, സഹായത്തോടുള്ള ബന്ധത്തിൽ ഇത് അത്ര ആഴമായിട്ട് നമുക്ക് ചിന്തിച്ചു പോകാനായിട്ട് സാധിക്കത്തുമില്ല. ഇവിടെ പറയുകയാണ്, ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകം കണ്ടു. So here we can see a scroll written inside and
ഔട്ട്സൈഡ്. അകത്തും പുറത്തും എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ചുരുൾ. അത് 7 മുദ്രയാൽ മുദ്രയിട്ടിരിക്കുന്നതാണ് ആ ചുരുൾ. വ്യത്യസ്തങ്ങളായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ പല പ്രിയപ്പെട്ടവർക്കുമുണ്ട്. എന്താണ് ഈ സ്ക്രോൾ എന്നുള്ളതിനെ പറ്റി ചില പ്രിയപ്പെട്ടവർ പറയുന്നു അത് പഴയ നിയമത്തിൻ്റെ തോറ ആണ് എന്ന് ചില പ്രിയപ്പെട്ടവർ പറയുന്നു. അല്ല, ഈ സ്ക്രോളിൻ്റെ അകത്ത് ഇനി സംഭവിക്കാനായിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഇതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്നത്, സീല് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് മറ്റ് ചില പ്രിയപ്പെട്ടവർ അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റ് ചില പ്രിയപ്പെട്ടവർ പറയുന്നത് ഇത് വരാൻ പോകുന്ന ജഡ്ജ്മെന്റിനെ പറ്റിയെല്ലാം കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ സ്ക്രോൾ എന്ന് വേറെ ചില ദൈവചിന്തകന്മാർ അഭിപ്രായപ്പെടുന്നു. മറ്റ് ചില പ്രിയപ്പെട്ടവർ അഭിപ്രായപ്പെടുന്നത് ഇറ്റ് ഈസ് ദ ഡീഡ് ഓഫ് യൂണിവേഴ്സ്. ഇത് പ്രപഞ്ചത്തിൻ്റെ മൊത്തം ഡീഡാണ് എന്ന് മറ്റ് ചില പ്രിയപ്പെട്ടവർ അഭിപ്രായപ്പെടുന്നു. ഇറ്റ് ഈസ് ദ ഡീഡ് ഓഫ് ദ യൂണിവേഴ്സ്, ഇറ്റ് ഈസ് ദ ഡീഡ് ഓഫ് എർത്ത്. ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം ഡീഡാണ് എന്ന് പല പ്രിയപ്പെട്ടവരെ അഭിപ്രായപ്പെടുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലും യഹൂദ പശ്ചാത്തലത്തിലുമൊക്കെ സ്ക്രോളുകൾ നമ്മൾ പലയിടങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ പിന്നീട് ശാന്തമായിട്ട് വായിക്കുന്ന സന്ദർഭത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ പ്രവാസത്തിലേക്ക് ജനത്തെ പിടിച്ചുകൊണ്ട് പോകുന്ന ആ കാലഘട്ടത്തിൽ യിരെമ്യാവിനോട് തൻ്റെ അനന്തരവന്റെ വസ്തു മേടിക്കുവാനായിട്ട് ഉള്ള ഒരു നിയോഗം ദൈവത്തിൽ നിന്ന് ലഭിക്കപ്പെടുകയും അവിടെ 32-ാമത്തെ അധ്യായത്തിൽ അവിടെയാണ് നമ്മൾ വായിക്കുന്ന ഒരു എല്ലാ ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവത്തെ പറ്റിയും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നൊക്കെ പറയപ്പെടുന്ന വാക്യങ്ങൾ 32-ാമത്തെ അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ വസ്തു മേടിച്ച് ആധാരമെടുത്ത് മുദ്രയിട്ടു അത് ഒരു കലത്തിലാക്കി വെച്ചതിൻ്റെ ചരിത്രം 32-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം പഴയ നിയമത്തിൽ വസ്തു ഇടപാടുകൾ നടത്തുമ്പോൾ എഗ്രിമെന്റിനോടുള്ള ബന്ധത്തിൽ ഡീഡ് ഉണ്ടാക്കി അതിനെ സീല് ചെയ്യുന്ന ഒരു സിസ്റ്റം പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഭൂമി മേടിക്കുന്ന സന്ദർഭത്തിൽ. ഇന്നും അങ്ങനെയാണല്ലോ, നമ്മളൊക്കെ ആധാരം എഴുതുന്ന സന്ദർഭങ്ങളിലൊക്കെ ഡീഡ് എഴുതി അതിനെ ഒപ്പിടുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അന്നത്തെ യഹൂദ പശ്ചാത്തലത്തിലും അങ്ങനെ അപ്രകാരം ഉണ്ടായിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. വസ്തു മേടിച്ച് ആധാരത്തിൽ ഒപ്പിടുന്ന, സാക്ഷികൾ ഒപ്പിടുന്ന. യിരെമ്യാ പ്രവാചകൻ അങ്ങനെ ചെയ്തു. ബാബിലോൺകാർ പിടിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഒരു വസ്തു മേടിച്ച് സീൽ ചെയ്ത് ഇടുന്ന ചരിത്രമാണ് 32-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് പിന്നീട് തനിക്ക് അത് ലഭ്യമാകുന്നതുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റവും ഉണ്ട്. അപ്പോൾ തന്നെ ഇവിടെ അകത്തും പുറത്തും എന്ന് പറയപ്പെടുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എഴുത്തിനെ പറ്റിയാണ് മറ്റു ചില വ്യാഖ്യാനങ്ങളിൽ അതിനെപ്പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചിലപ്പോൾ ഈ മേടിക്കുന്ന വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുപോലുള്ളൊരു തുക കൊടുക്കാനായിട്ട് സാധിച്ചു എന്ന് വരത്തില്ല. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ സെയിൽ ഓഫ് എഗ്രിമെന്റ്, ഞാൻ ഇവിടെ മേടിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല, കോൺട്രാക്ടർമാരായിരിക്കും, നിങ്ങൾക്കറിയാം കുറെ കൂടെ. അപ്പം സെയിൽ ഓഫ് എഗ്രിമെന്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ വേണമെങ്കിൽ ക്യാൻസൽ ആക്കാം. പക്ഷേ യഹൂദ പശ്ചാത്തലത്തിൽ അങ്ങനെ ക്യാൻസൽ ആക്കത്തില്ല. അവർക്ക് കൊടുക്കാനായിട്ട് പിന്നീടുള്ള തുക ഇതിൻ്റെ പുറത്താണ് എഴുതുന്നത്. അങ്ങനെയും ഒരു കൾച്ചറൽ കോണ്ടസ്റ്റ് ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. അതുകൊണ്ടാകാം ചില പ്രിയപ്പെട്ടവർ പറയുന്നത് അകത്തും പുറത്തും എന്നൊക്കെയുള്ളത് കൊടുത്തു തീർക്കാനായിട്ടുള്ളൊരു കടത്തിൻ്റെ ഭാഗം ആകാം എന്ന് ഒരു വ്യാഖ്യാനം കാണുന്നുണ്ട്. 7 മുദ്രയാൽ സീല് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പരാമർശം അത് കൊടുത്തു തീർക്കേണ്ട ബാക്കിയിട്ടുള്ള തുക 7 വർഷങ്ങൾ കഴിഞ്ഞ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ആ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ ഉണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ട്. നമുക്ക് പഴയ നിയമത്തിന്റെ ആദ്യത്തെ താളുകൾ വായിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആദമിന് ദൈവം ഈ പ്രപഞ്ചത്തെ മൊത്തം കൊടുത്തു. അത് വാഴുവാനായിട്ടുള്ള അധികാരം ദൈവം നൽകിക്കൊടുത്തു. ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ഡീഡ് ദൈവം അധികാരം വാഴുവാനായിട്ട് ദൈവം നൽകിയത് ആദമിനായിരുന്നു. എന്നാൽ പാപത്തിന്റെ മേൽ വീണ് ആ ഡീഡ് അല്ലെങ്കിൽ ആ പ്രമാണം സാത്താന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അത് മുഖാന്തരം കഷ്ടതയും രോഗങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടായി. അപ്പം ദൈവം കൊടുത്ത ഒരു ഡീഡ് അല്ലെങ്കിൽ ദൈവം കൊടുത്ത ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം അവകാശം ആദമിനായിരുന്നു കൊടുത്തത്. പക്ഷേ അത് നഷ്ടപ്പെടുത്തി. അതിന്റെ പരിണതഫലമായിട്ട് കഷ്ടതയും രോഗങ്ങളും എല്ലാം സംഭവിച്ചു. അപ്പം ആ പ്രപഞ്ചത്തിന്റെ വീണ്ടെടുപ്പ്, പ്രകൃതിയുടെ മൊത്തം വീണ്ടെടുപ്പ്, യൂണിവേഴ്സിന്റെ മൊത്തം വീണ്ടെടുപ്പിന്റെ ഒരു സ്ക്രോളാണ് എന്ന് ഭൂരിപക്ഷ ദൈവശാസ്ത്ര ചിന്തകന്മാർ ഇതിനെപ്പറ്റി പറയപ്പെടുന്നു. അഥവാ ദൈവരാജ്യത്തിന്റെ അടുത്ത ആ അനുഭവത്തിലേക്ക് ജനത്തെ, സമൂഹത്തെ നടത്തേണ്ടിയ സ്ക്രോളാണ്, അതിൽ
രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സ്ക്രോളിൽ എന്ന് അനേക പ്രിയപ്പെട്ടവർ അഭിപ്രായപ്പെടുന്നു. അത് വാങ്ങിക്കുന്ന ചിത്രമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രകൃതി പോലും പ്രപഞ്ചം പോലും അവന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഈറ്റുനോവോടെ കാത്തിരിക്കുന്ന ഒരു ചരിത്രമൊക്കെ 8-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിന്റെ സകലത്തിന്റെയും ഡീഡ് നഷ്ടപ്പെടുത്തിയത് ദൈവം വീണ്ടെടുക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ചിത്രമാണ് എന്ന് പല പ്രിയപ്പെട്ടവരും അഭിപ്രായപ്പെടുന്നു. അതിനെപ്പറ്റി ഇവിടെ നമ്മൾ 2-ാം വാക്യത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ രേഖപ്പെടുത്തി, ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് ചോദിച്ചു. I saw a strong angel proclaiming with a loud voice, who is worthy to open the scroll. ഈ സ്ക്രോളിന്റെ അകത്തുള്ള ഏത് രീതിയിലുള്ള എഴുത്താണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും, അത് ദൈവരാജ്യത്തെ പറ്റിയോ അല്ലെങ്കിൽ യൂണിവേഴ്സിനെ പറ്റിയോ മറ്റേത് വിഭാഗങ്ങളാണെങ്കിലും, ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. അവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹൂ ഈസ് വർത്തി ടു ഓപ്പൺ ദ സ്ക്രോൾ. ഈ ചുരുള് ബ്രേക്ക് ചെയ്യുവാൻ, ഓപ്പൺ ചെയ്യുവാൻ സ്ട്രോങ് ആയിട്ടുള്ള ആരാണെന്നല്ല ചോദിച്ചത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ചോദ്യം ഇങ്ങനെയാണ്, ഹൂ ഈസ് സ്ട്രോങ് ഇനഫ് ടു ഓപ്പൺ ദ സ്ക്രോൾ എന്നല്ല, ഹൂ ഈസ് ഏബിൾ ടു ഓപ്പൺ ദ സ്ക്രോൾ എന്നല്ല. ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഹൂ ഈസ് വർത്തി ടു ഓപ്പൺ ദ സ്ക്രോൾ. ആരാണ് ഈ സ്ക്രോൾ തുറക്കാനായിട്ടും ഈ സീല് ബ്രേക്ക് ചെയ്യാനായിട്ടും വർത്തി ആയിട്ടുള്ളത് ആരാണ് എന്നാണ്. സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏബിൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, there are many people in this world. അനേക ആളുകൾ ഈ ലോകത്തിൽ സ്ട്രോങ് ആയിട്ടുണ്ട്, ഇല്ലേ? അനേക ആളുകൾ, there are many emperors in this world. ലോകത്തിൽ അനേക രാജാക്കന്മാരുണ്ടായിരുന്നു. റോമൻ കൈസർമാരുടെ ഭരണകാലഘട്ടങ്ങളിൽ ഉരുക്കു ശക്തി പോലെയുള്ള പ്രഗത്ഭന്മാരായിരുന്നു റോമൻ കൈസർമാർ. അവർ സ്ട്രോങ് ആയിരുന്നു. ലോകത്തെ മൊത്തം കിടുകിടാ വിറപ്പിച്ച നെപ്പോളിയനെ പോലെയും അലക്സാണ്ടർ ദി ഗ്രേറ്റിനെ പോലെയും ഒക്കെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. ഇവിടെ ഒരു മൈറ്റി ഏഞ്ചൽ ചോദിക്കുകയാണ്, ഹൂ ഈസ് വർത്തി. ഇപ്പൊ ലോകത്തിലെ രാജാക്കന്മാർ, ചക്രവർത്തിമാർ, അവരെല്ലാം ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ദൂതൻ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്, ഇവിടുത്തെ ചക്രവർത്തിമാർക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയുമോ? So there are many wise philosophers in this world. അനേക രീതിയിലുള്ള തത്വശാസ്ത്രജ്ഞന്മാർ, ചിന്തകന്മാർ ഈ ലോകത്തിലുണ്ട്. സോക്രട്ടീസിനെ പോലെ, പ്ലേറ്റോയെ പോലെ, ഇമ്മാനുവൽ കാന്റിനെ പോലെയൊക്കെയുള്ള പ്രിയപ്പെട്ടവരായിരിക്കുന്ന ദാർശനികന്മാർ ഈ ഭൂമിയിലുണ്ട്. ഇവിടെ ദൂതൻ ചോദിക്കുകയാണ്, ശക്തനായ ദൂതൻ ചോദിക്കുകയാണ്, ഹൂ ഈസ് വർത്തി ടു ഓപ്പൺ. പ്രഗത്ഭന്മാരായിരിക്കുന്ന ഫിലോസഫേഴ്സ് നിൽക്കുകയാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൽ പല പ്രിയപ്പെട്ടവരുമുണ്ട്. കറുത്ത വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച നെൽസൺ മണ്ടേല, അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ അഹിംസയിൽ കൂടെ രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിച്ച ഗാന്ധിജി, അമേരിക്കയിലാണെങ്കിൽ അടിമകളെ വിമോചിപ്പിക്കാൻ ശ്രമിച്ച എബ്രഹാം ലിങ്കൻ. So there are many political leaders. ഇവിടെ ദൂതൻ ചോദിക്കാണ്, ഹൂ ഈസ് വർത്തി. ആരുണ്ട് വർത്തിയായിട്ട് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയുന്ന വ്യക്തി ആരുണ്ട്? So there are many godly leaders in this world. അനേക ഭക്തന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ലോകത്തിലുണ്ട്. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം ഉണ്ട്, സൗമ്യനായിരിക്കുന്ന മോശയുണ്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദുണ്ട്, കഷ്ടതയുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയ യോബുണ്ട്, പ്രസിദ്ധന്മാരായിരിക്കുന്ന അനേക ദൈവഭക്തന്മാരുണ്ട്. ദൂതൻ ഈ സിംഹാസനത്തിൽ നിന്ന് ചോദിക്കുകയാണ്, ഹൂ ഈസ് വർത്തി ടു ഓപ്പൺ ദ സ്ക്രോൾ. ആരെയും പുസ്തകം തുറപ്പാനോ നോക്കുവാനോ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നോ വൺ ഇൻ ഹെവൻ ഓർ ഓൺ എർത്ത്, സ്വർഗത്തിലില്ല, ഭൂമിയിലില്ല, ഓർ അണ്ടർ ദ എർത്ത്, ഭൂമിക്കടിയിൽ, no one was able to open the scroll, nor to look into it. അത് നോക്കുവാൻ പോലും ആരുമില്ല. ഈ സ്ക്രോള് ഓപ്പൺ ചെയ്യുവാൻ, ഈ മുദ്ര പൊട്ടിക്കുവാൻ
ആരെയും കണ്ടില്ല. യോഹന്നാൻ അവിടെ വിലപിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ആരെയും കാണാതെ കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് പറയുകയാണ്, കരയേണ്ട. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ വലിയൊരു ദർശനത്തിന്റെ മുൻപിൽ, ദൂതൻ ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ മുൻപിൽ ആരും തുറക്കാനില്ലയോ എന്ന് വിലപിച്ചു നിൽക്കുന്ന യോഹന്നാനോട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മൂപ്പൻ പറയുന്ന ഒരു പദമാണ് കരയേണ്ട. എന്നിട്ട് പറയുകയാണിതാ, യഹൂദാ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വേരുമായവൻ, ഇത് തുറപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കാണുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന യോഹന്നാനോട് പറയും, നോക്ക്, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ഇത് തുറക്കാനായിട്ട് ജയം പ്രാപിച്ചിരിക്കുന്നതാണ്. ആരാണ് യഹൂദാ ഗോത്രത്തിന്റെ സിംഹം? സിംഹം എന്ന് പറയപ്പെടുന്ന ശക്തിയെ കാണിക്കുന്നതാണ്. സിംഹം പ്രത്യേകിച്ച് രാജത്വത്തിന്റെ അടയാളത്തെ കാണിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ ഇങ്ങനെ ഒരു പദം പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49 10 വാക്യത്തിൽ അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. ജാതികളുടെ അനുസരണം അവനോട് ആകും. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഇസ്രയേലിനാണ് അധികാരങ്ങൾ നൽകിയത്, ചെങ്കോൽ നൽകിയത്. അഥവാ യഹൂദാ ഗോത്രത്തിനാണ് അധികാരം നൽകിയത്. ദാവീദൊക്കെ രാജാവായിട്ട് അധികാരമുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരായിരുന്നുവല്ലോ. ഇവിടെ പറയുന്ന അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. ഈ റോമൻ ഭരണ കാലഘട്ടങ്ങളിൽ യഹൂദന്മാരുടെ അധികാരം നഷ്ടപ്പെട്ടു. നമുക്കറിയാം, യഹൂദന്മാർക്ക് വധശിക്ഷ വരെ നടത്താനായിട്ടുള്ള അധികാരമുണ്ടായിരുന്നു. എന്നാൽ റോമൻ ഭരണം ആരംഭിച്ചതോടുകൂടെ കല്ലെറിഞ്ഞു കൊല്ലാനും വധശിക്ഷ നടപ്പിലാക്കാനായിട്ടുമൊക്കെയുള്ള അധികാരം റോമൻ ഗവൺമെന്റ് യഹൂദന്മാരിൽ നിന്നും എടുത്തു കളഞ്ഞു. അത് എടുത്തു കളഞ്ഞതിന്റെ പരിണിതഫലമായിട്ട് യഹൂദന്മാർ വലിയതായിട്ട് വിലപിക്കുകയും പൂഴിവാരി എറിയുകയും ഒക്കെ ചെയ്തു എന്ന് AD ആദ്യ കാലഘട്ടങ്ങളിൽ ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവരുടെ ചെങ്കോൽ അഥവാ ഇവരുടെ അധികാരം, ഇവരുടെ രാജദണ്ഡ് നീങ്ങിപ്പോയി റോമൻ ഭരണത്തോടുള്ള ബന്ധത്തിൽ. എന്നാൽ ഇവിടെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പറയുകയാണ്, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ നീങ്ങിപ്പോകുകയില്ല. റോമൻ ഗവൺമെന്റ് അധികാരം എടുത്തു കളഞ്ഞു എന്നാണ് ഇസ്രയേൽ ജനം, യഹൂദ ജനം കരുതിയത്. പക്ഷേ അങ്ങനെയുള്ള നിയമങ്ങൾ എടുത്തു കളഞ്ഞ ആ സാഹചര്യത്തിൽ കർത്താവ് രാജ്യത്തുണ്ട്, പാലസ്തീനിൽ കർത്താവുണ്ട്. അതുകൊണ്ടാണ് അവന്റെ ജ്ഞാനത്തെയും അധികാരത്തെ പറ്റിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ പറയുന്നത്. ഇപ്പൊ ഇവര് കരുതി അധികാരവും എല്ലാം റോമൻ ഗവൺമെന്റ് എടുത്തു കളഞ്ഞു, ചെങ്കോൽ എടുത്തു കളഞ്ഞു, അധികാരം എടുത്തു കളഞ്ഞു. അതിന്റെ പേരിൽ യഹൂദ റബിമാരൊക്കെ പൂഴിമണ്ണിൽ വാരി പ്രപഞ്ചത്തിലേക്ക് എറിയുകയും വിലപിക്കുകയും ഒക്കെ ചെയ്തു. കാരണം ഇവർക്ക് നിയമങ്ങൾ എടുത്തു മാറ്റി റോമൻ ഗവൺമെന്റ് AD 12 ഒക്കെ ആ കാലഘട്ടങ്ങളിൽ. പക്ഷെ അവരറിഞ്ഞില്ല മിശിഹ അവിടെ ഉണ്ടായിരുന്നു എന്ന്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവകാശമുള്ളവൻ അഥവാ മശിഹ, അന്നത്തെ റോമൻ ഗവൺമെന്റ് അതെടുത്ത് കളഞ്ഞുവെങ്കിലും അവകാശമുള്ളവൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത ഈ വേദഭാഗത്തിൽ നിന്ന്, പലതുമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതുമ്പോൾ, പ്രത്യേകിച്ച് ഈ കൊറോണയുടെയൊക്കെ കാലഘട്ടങ്ങളിൽ പലതുമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ, ഇവിടെ റോമൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ യഹൂദന്മാർ ചിന്തിച്ചു അവരുടെ ചെങ്കോലും അധികാരവും എല്ലാം നഷ്ടപ്പെട്ടു എന്ന്. പക്ഷെ അവർ ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് മെസ്സിയ അന്നേരം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെയും പലതുമൊക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടങ്ങളിൽ അധികാരമുള്ളവൻ, അവകാശമുള്ളവൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മളോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്നു
അധികാരമുള്ള കർത്താവ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പിന്നാമ്പുറങ്ങളിലുമുണ്ട്. നമ്മൾ അറിയുന്നില്ലെങ്കിലും, വേദനയോടുകൂടെ വിലപിക്കുകയാണെങ്കിലും, ഭാരപ്പെടുകയാണെങ്കിലും, നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ അറിയാതെ നിൽക്കുന്ന അധികാരമുള്ള യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ നമുക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. റോമ ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിൽ ആ പ്രിയപ്പെട്ടവർ ഇസ്രയേലിന്റെ ചെങ്കോലും അധികാരവും അവരുടെ നിയമങ്ങളും എല്ലാം എടുത്തു മാറ്റിയെങ്കിലും അവർ അറിയാതെ തന്നെ മെശിഹ ആ ഭൂമിയിൽ അവർക്ക് വേണ്ടി ഉണ്ടായിരുന്നുവെങ്കിൽ, ജീവിതത്തിന്റെ പല അവകാശങ്ങളും പലരും മാറ്റിയെടുക്കുമ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്വർഗത്തിലെ ഒരു ദൈവം, അധികാരമുള്ള ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം കരങ്ങളെ ഉയർത്തി ദൈവസന്നിധിയിൽ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ പേര്. ഒത്തിരി കാര്യങ്ങൾ ഈ വേദഭാഗത്തുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ അതിന്റെ മറ്റുള്ള വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, അതുപോലെ തന്നെ ദാവീദിന്റെ വേരുമായി നോക്കുമ്പോൾ സിംഹാസനത്തിന്റെ 4 ജീവികളുടെയും നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതായിട്ട് നിൽക്കുന്നത് കണ്ടു. ശ്രദ്ധിക്കുക, ഇത് വളരെ ഒരു കോൺട്രഡിക്ഷനാണ്. ഈ പുസ്തകം തുറപ്പാനായിട്ടും മുദ്ര പൊട്ടിക്കാനായിട്ടും ദൂതൻ വിളിച്ചു പറയുന്ന സന്ദർഭത്തിൽ മൂപ്പൻ പറയുന്ന ഒരു പദം യഹൂദാ ഗോത്രത്തിന്റെ സിംഹം നമുക്ക് വേണ്ടി ഉണ്ട് എന്ന്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണപ്പെടുന്ന ചിത്രം എന്ന് പറയപ്പെടുന്ന ഒരു സിംഹത്തിന്റെ ചിത്രം അല്ല. അതാണ് ഈ വേദഭാഗത്തിന്റെ ഒരു വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. മൂപ്പൻ പറയുന്നത് യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ ഈ മുദ്ര പൊട്ടിപ്പാനായിട്ട് നമുക്ക് വേണ്ടിയുണ്ട്. പക്ഷെ കാണുന്ന ചിത്രം എന്ന് പറയപ്പെടുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാണ്. So the lamb on the cross is the lion on the throne. The lamb on the cross is the lion on the throne. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറയപ്പെടുന്നത് അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടാണ്. സിംഹത്തെ കാണുവാൻ വേണ്ടി യോഹന്നാൻ തിരിഞ്ഞു നോക്കുന്ന സന്ദർഭത്തിൽ കാണപ്പെടുന്ന ഒരു കുഞ്ഞാടിന്റെ ചിത്രമാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്നതാണ് കാണുന്നത്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ നിൽക്കുന്നത് കണ്ടു. അത് ഉയർത്തെഴുന്നേൽപ്പിനെയാണ് കാണിക്കുന്നത്. കുഞ്ഞാട് എഴുന്നേറ്റ് നിൽക്കുന്ന ചിത്രമാണ് കാണുന്നത്. അതിന് അനേക എക്സ്പ്ലനേഷൻ വീണ്ടും പറയുന്നുണ്ട്. അതിന് 7 കൊമ്പ്, the 7 horns. 7 എന്ന് പറയപ്പെടുന്ന നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന 7 is mentioning the completeness, perfection, പൂർണ്ണതയെ കാണിക്കുന്നതാണ്. 7 horns എന്ന് പറയപ്പെടുന്നത് അവന്റെ അധികാരത്തെ കാണിക്കുന്നതാണ്, ശക്തിയെ കാണിക്കുന്നതാണ്. കൊമ്പ് ശക്തിയെ കാണിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇതൊരു കുഞ്ഞാടാണ്. പക്ഷെ ഇവിടെ കാണിക്കുന്നത് യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ മറ്റൊരു രൂപം കാണിക്കുകയാണ്. ഇത് കുഞ്ഞാടാണ്. 7 horns, അത് പവറിനെ കാണിക്കുന്നതാണ്, അധികാരത്തെ കാണിക്കുന്നതാണ്. So this lamb is an omnipotent Lord. സർവശക്തനായ ദൈവത്തിന്റെ ഒരു രൂപത്തെയാണ് അവിടെ കാണിക്കുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നത് 7 കണ്ണുകളുണ്ട്. ശരീരത്തിന്റെ വിളക്കാണ് കണ്ണ്. കണ്ണെന്ന് പറയപ്പെടുന്നത് കാഴ്ചയെ കാണിക്കുന്നതാണ്, അഥവാ വിഷനെ കാണിക്കുന്നതാണ്, അഥവാ കുറെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജ്ഞാനത്തെ കാണിക്കുന്നതാണ്. ഇവിടെ ഈ കുഞ്ഞാടിനെ പറ്റി പറയപ്പെടുന്നത് this lamb has 7 horns and 7 eyes. 7 കണ്ണുകൾ, പൂർണ്ണതയുള്ള 7 കണ്ണുകൾ. നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം പഠിക്കുകയാണെങ്കിൽ 7 ആത്മാക്കളുടെ പൂർണ്ണതയെ പറ്റി കാണിക്കുന്നുണ്ട്. ജ്ഞാനം, വിവേചനം, പരിജ്ഞാനം, ഇങ്ങനെയുള്ള സകലത്തിന്റെയും ബുദ്ധി, ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണിത്. സോ ദിസ് lamb is an omniscient lamb. ഈ ലാംബ് എന്ന് പറയപ്പെടുന്നത് ജ്ഞാനത്തിന്റെ ഉറവിടമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നിൽക്കുന്നത് അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടായിട്ടാണ് കാണുന്നതെങ്കിലും യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന സന്ദർഭങ്ങളിൽ സൗമ്യനായിട്ടായിരുന്നു വന്നത്. ഇവിടെ എന്നാൽ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം ഇപ്പോൾ സിംഹാസനത്തിൽ ഒരു സിംഹമായിട്ട് നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഈ പദങ്ങളിൽ കൂടെ, വിക്ടറി ഈസ് നോട്ട് ത്രൂ ദ വയലൻസ് ഓർ സ്വോർഡ്, വിക്ടറി ഈസ് ത്രൂ ദ സാക്രിഫൈസ്. വിജയം എന്ന് പറയപ്പെടുന്നത് ഏതെങ്കിലും ഒരു അക്രമ രീതികളിലല്ല. വിജയം എന്ന് പറയപ്പെടുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല. ലോകത്തിലെ പല മഹത് വ്യക്തികളും രാജ്യങ്ങൾ പിടിച്ചെടുക്കിയത് പടയോട്ടങ്ങൾ മുഖാന്തരമാണ്. ലോകത്തിലെ പല പ്രിയപ്പെട്ടവരും അധികാരം നേടിയെടുത്തത് കലാപ രാഷ്ട്രീയത്തിൽ കൂടെയാണ്. ലോകത്തിലെ പല ദൈവങ്ങളും പല മതങ്ങളും ഒക്കെ കൂട്ടക്കൊലകളുടെ പേരിലാണ് പലതും നേടിയെടുത്തത്. പക്ഷേ ഇവിടെ കാണുന്ന സിംബൽ എന്ന് പറയപ്പെടുന്നത് വിക്ടറി ഈസ് നോട്ട് ത്രൂ ദ സ്വോർഡ് ഓർ വയലൻസ് ബട്ട് ത്രൂ ദ സാക്രിഫൈസ്. ശ്രദ്ധിക്കുക,
ക്രിസ്ത്യാനിത്വം എന്ന് പറയപ്പെടുന്നത് അക്രമത്തിന്റെ മാർഗമല്ല, വയലൻസിന്റെ മാർഗമല്ല, അത് ഏതെങ്കിലും കലാപത്തിന്റെ മാർഗമല്ല. ക്രിസ്ത്യാനിത്വം എന്ന് പറയപ്പെടുന്നത് സൗമ്യതയായിരിക്കുന്ന കുഞ്ഞാടിന്റെ പ്രതീക രൂപമാണ്. അവനാണ് യോഗ്യൻ. He is worthy. That is his uniqueness. അതാണ് യേശുക്രിസ്തുവിന്റെ യൂണിക്നെസ് എന്ന് പറയപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ആ ദിവ്യമായിരിക്കുന്ന യൂണിക്നെസിന്റെ അനുഭവങ്ങളെ കണ്ടെത്തുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് പോവുകയാണ്. So this passage is explaining the lion lamb Christology, അഥവാ സിംഹവും കുഞ്ഞാടും ആയ കർത്താവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇന്ന് പകൽക്കാലം എത്ര പ്രിയപ്പെട്ടവർ, എന്നെ വീണ്ടെടുത്തത് ആ രക്തമായി. ആ രക്തത്താലാണ് എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം വീണ്ടെടുത്തത്. രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കൾ, ഇന്ന് പകൽക്കാലം കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവ് അതാരെക്കാട്ടിലും വർത്തിയാണ്. സോ ഹി ഈസ് വർത്തി. അവൻ മാത്രമാണ് ഉന്നതനായിരിക്കുന്ന ദൈവം. ഏഞ്ചൽ വിളിച്ചു ചോദിക്കുന്ന ആരുണ്ട് യോഗ്യനായി ഈ സ്ക്രോൾ തുറക്കാനായിട്ട്? ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്ന ദാവീദിന്റെ വേരായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഇത് തുറപ്പാൻ അധികാരം ലഭിച്ച ദൈവമാണ്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ആരാധനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്നത്. സകലത്തെയും നിയന്ത്രിക്കാനായിട്ട് കഴിവുള്ള ശക്തനായിരിക്കുന്നത് 7 ഹോൺസ് കാണിക്കുന്നത് ദൈവത്തിന്റെ പവറിനെയാണ്. അതുപോലെ തന്നെ സകലത്തെയും അറിയാവുന്ന ജ്ഞാനത്തിന്റെ ഉറവിടമായിരിക്കുന്ന ഒരുവന്റെ മുൻപിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞാടെന്ന് പറയപ്പെടുന്നത് ലോകത്തിന്റെ പാപത്തെ ചുമത്ത ഈ ദൈവത്തിന്റെ കുഞ്ഞാടുണ്ടല്ലോ, ഈ കുഞ്ഞാട് സകലത്തിനും അധികാരമുള്ളവനാണ്. സകലത്തെയും ദൂരവേ ഗ്രഹിക്കാനായിട്ട് കഴിയുന്നവനാണ്. ഇവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറയപ്പെടുമ്പോൾ എല്ലാ അധികാരവും നഷ്ടപ്പെട്ടു എന്ന് യഹൂദന്മാർ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ മശിഹ ഈ ഭൂമിയിൽ അവർക്ക് വേണ്ടി പിന്നാമ്പുറങ്ങളിൽ ഉണ്ടായിരുന്നു. ജാതികളോടുള്ള നിരപ്പിന് വേണ്ടി യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ ഈ ഭൂമിയിലേക്ക് വന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ എത്രയോ ധന്യരാണ്.